മനുഷ്യന് ഇത്രയേറെ ക്രൂരനാകാൻ സാധിക്കുമോ? ഇങ്ങനെ ചിന്തിക്കുന്ന സാഹചര്യങ്ങൾ നിരവധിയാണ്. മനുഷ്യൻ മനുഷ്യനോട് തന്നെ കാണിക്കുന്ന ദുഷ്ചെയ്തികൾക്ക് പുറമെ മിണ്ടാപ്രാണികളോട് കാണിക്കുന്ന ക്രൂരതകളും നിരവധിയാണ്. കഴിഞ്ഞ ബുധനാഴ്ച വൈകുന്നേരമായിരുന്നു ഞാറക്കൽ ഗ്രാമപഞ്ചായത്തിലെ വലിയ പാലത്തിൽ നിന്നും സ്കൂട്ടറിൽ വന്ന ഒരു സ്ത്രീ ഒരു പ്ലാസ്റ്റിക് ബാഗ് തോട്ടിലുപേക്ഷിച്ചു പോയത്. സംഭവം ആദ്യം കണ്ടത് പ്രദേശവാസിയും മത്സ്യത്തൊഴിലാളിയുമായ അബ്ദുൾ ഖാദർ. ഞാൻ മീൻ പിടിക്കാൻ പോയി വരുമ്പോൾ അവിടെ നെറ്റ്വർക്ക് ഇത്തിരി ഉണ്ടായി. എനിക്ക് ആ വർക്ക് ഞാൻ ആ വഞ്ചിയിൽ നിന്ന് ചെയ്തുകൊണ്ടിരിക്കില്ല. ഒരു ശബ്ദം കേൾക്കണം. അപ്പോൾ ശബ്ദം കേട്ടപ്പോൾ ഞാൻ ബേസ്റ്റ് വല്ലവരും കൊണ്ടുവന്നിട്ടേ ഞാൻ ഇടാറില്ല. പിന്നെ നോക്കിയപ്പോൾ ഇങ്ങനെ തല്ലിപ്പാക്കണം. അപ്പം നായായിരുന്നു. അബ്ദുൾ ഖാദർ ഈ വിവരം തന്റെ അയൽവാസിയായി മിഥുനോട് പറഞ്ഞു. മിഥുൻ നായക്കുട്ടിയെ തന്റെ വീട്ടിൽ കൊണ്ടുപോയി പരിചരിച്ചു. ശേഷം വാർഡ് മെമ്പർ അടക്കമുള്ളവരെ വിവരം അറിയിച്ചു. ഇതിന്റെ കഴുത്തിൽ ഇങ്ങനെ ചെയിനുണ്ട്, പക്ഷെ അത് ഇത്ര ആഴത്തിലുള്ള മുറിവും ആണെന്ന് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ കരക്കടുപ്പിച്ചിട്ട് ഇതെടുത്ത് ഒന്ന് നോക്കി ഒന്ന് തുടക്കുകയൊക്കെ ചെയ്തായിരുന്നു. പിന്നെ ഞങ്ങൾ പാല് കൊടുത്തു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പം തന്നെ ഞങ്ങളുടെ വാർഡ് മെമ്പറെ ഞാൻ വിളിച്ച് വരുത്തി. സംഭവം നടന്ന് 3 ദിവസം പിന്നിട്ടു. പുതിയ നാട്ടിൽ പുതിയ വീട്ടിൽ ആ നായക്കുട്ടി ഇപ്പോൾ ഹാപ്പിയാണ്. പുള്ളിക്കാരൻ ഭയങ്കര ഹാപ്പിയാണ്. വീടുമായിട്ട് ഇണങ്ങി, വീട്ടിലെല്ലാവരുമായിട്ട് ഇണങ്ങി നല്ല രീതിയിൽ പോകുന്നു. ആക്റ്റീവാണ് ഇപ്പം. മിഥുന്റെ മൂത്ത മകൾ ആരാധ്യ തോട്ടിൽ നിന്ന് കളഞ്ഞു കിട്ടിയ നായക്കുട്ടിയെ ലിയോ എന്ന് പേര് ചൊല്ലി വിളിച്ചു. ഇപ്പോൾ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും പ്രിയപ്പെട്ടവനാണ് കുറുമ്പൻ ലിയോ. ലിയോടെ കളിക്കാറൊക്കെ ഉണ്ടാവും. അതെന്താ പേടിയാ? ഇപ്പൊ കുറച്ചു നാൾ കഴിയുമ്പോ പേടി മാറും കേട്ടോ. അത് കഴിഞ്ഞ് ലിയോടെ കളിക്കാനൊക്കെ തുടങ്ങുമോ? ഞാൻ വന്ന് നോക്കുമ്പോൾ ഈ നായയുടെ കഴുത്തിലിട്ടിരുന്ന ചങ്ങല വളരെ ടൈറ്റായിട്ട് താഴെയുള്ള കഴുത്തിന് ചുറ്റുമുള്ള മസിൽ മൊത്തം ഡാമേജ് ആയിട്ട് പഴുപ്പ് പോലെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾക്ക് ആ ചങ്ങല അനക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. അപ്പോൾ അങ്ങനെ കട്ടർ വേണം എന്ന് പറഞ്ഞ് ഇങ്ങനെ ചങ്ങല നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്തത്. ഇത്തിരി ആഴത്തിലുള്ള മുറിവാണല്ലോ, എങ്കിലും അത് പെട്ടെന്ന് തന്നെ ഹീലാവുന്നുണ്ട്. ഈ ക്രൂരത കാട്ടിയവർക്കെതിരെ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ഇനിയൊരു സംഭവം ഇങ്ങനെ ഉണ്ടാവരുതെന്നാണ് ഇവർക്ക് പറയുവാനുള്ളത്. പൊറുക്കാൻ പറ്റാത്തൊരു സംഭവമായതുകൊണ്ട് ഞാനിപ്പോൾ അത് ഞാറക്കൽ പോലീസ് സ്റ്റേഷനിൽ സർക്കിൾ ഇൻസ്പെക്ടറിന് പരാതി കൊടുത്തിരിക്കുകയാണ്. ഇന്നേക്ക് 4 ദിവസമായി പരാതി കൊടുത്തിട്ട്. അപ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഈ നിമിഷം വരെ ഒരു അന്വേഷണവും കാര്യങ്ങളും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ വിളിച്ചിട്ടുമില്ല. അതെന്താണെന്നറിയില്ല. എന്ന് വെച്ചാൽ ഞങ്ങൾ ഈ സംഭവം ഉടനെ ഞങ്ങളത് വിടാമുള്ള കാരണം ഇത് അതിന് മുകളിലുള്ള ആരെങ്കിലാണെങ്കിലും ബന്ധപ്പെട്ടവർക്ക് ഞങ്ങൾക്ക് അത് അതിൻ്റെ പരാതി കാര്യങ്ങൾ കൊടുത്ത് ആ ചെയ്ത കുറ്റക്കാരൻ ആരായാലും അവർക്കെതിരെ കർശനമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാം. ലിയോയ്ക്ക് ഇത് പുതുജീവൻ. അവന് ഇനി ഭയമില്ലാത്ത ലോകത്ത് സ്നേഹിക്കാൻ മാത്രമറിയാവുന്ന ഒരു പറ്റം മനുഷ്യരുടെ ഇടയിൽ സമാധാനത്തോടെ ഓടിച്ചാടി നടക്കാം. അപ്പോ ലിയോ ഇവിടെ മിടുക്കനായി സുന്ദര കുട്ടപ്പനായി തന്നെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ കുറെ രക്ഷകരായ മനുഷ്യരുള്ളത് കൊണ്ടാണ് ഈ നാട്ടിലൊക്കെ നമ്മൾ സുരക്ഷിതരാണ് എന്നൊരു തോന്നലുള്ളതും അല്ലേ. ക്യാമറമാൻ മനോജ് മാടിശ്ശേരിക്കൊപ്പം സ്നേഹ മല്ലൈനാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.